നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡിങ് നിശ്ചയം തന്നിട്ടുണ്ട്. തിന്മയെ തിന്മ കൊണ്ടല്ല കീഴടക്കേണ്ടത്. അവർ നമ്മളെ തന്ത വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു തന്ത വിളിക്കുകയല്ല ചെയ്യേണ്ടത്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാം. അപ്പം നന്മ തിന്മയേക്കാൾ ബലമുള്ള ആയുധമാണ്. ഇപ്പം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഫിസ്റ്റോളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പീരങ്കിയാണ്. അതാണ് വ്യത്യാസം. തിന്മയെ ഈശോയാണ് പറഞ്ഞത്, തിന്മയെ കീഴടക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്ക് തരാം. അതെന്താണ്? തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. അത് എന്ത് ചെയ്യണം? നിങ്ങളും തിന്മയിലേക്ക് പോകരുത്. കാര്യം നമ്മുടെ പ്രാർത്ഥന മൊത്തം തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമെന്നല്ലേ. പിന്നെ എങ്ങനെ നമ്മൾ തിന്മ ചെയ്യണേ? നമ്മുടെ പ്രാർത്ഥന, നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? സ്വർഗ്ഗസ്ഥനായ പിതാവിൽ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമേ. അപ്പോൾ പിന്നെ എന്താ നമുക്ക് തിന്മ വരാണത്? തിന്മ ചെയ്യേണ്ട കാര്യം എന്ത്? തിന്മയിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് കുടുങ്ങിയാൽ എങ്ങനെയും ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യും? ശത്രുക്കളെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ.